ആരെങ്കിലും കണ്ടോടാ നിന്നെ? വാ, അകത്തേക്ക് വാ. വേണ്ട, ഇപ്പൊ അമ്മ എന്നെ കാണണ്ട. എനിക്കും അതിന് കഴിയില്ല. പുലരുന്നതിന് മുമ്പ് ഒരുപാട് ദൂരം തിരിച്ചു നടക്കാനുള്ളതാ. എവിടെയായിരുന്നു നീ? വടക്കമ്മല കയറി. ഈശ്വര, സാരല്ല സാരല്ല. പറ്റിപ്പോയ തെറ്റിന് നിയമം തന്നേക്കാവുന്ന ശിക്ഷ അനുഭവിച്ച് തീർക്കുന്നതിനേക്കാൾ വലിയ വേദനയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ജയിലെങ്കിൽ ജയിൽ. എന്റെ മനസ്സ് തയ്യാറെടുത്ത് കഴിഞ്ഞു. പാടില്ല. അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധത്തിന്റെ പേരില് ഒരുപാട് മനുഷ്യരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ തകർത്ത്. പാടില്ല. ആ തൊപ്പി ആ തലേ തന്നെ ഇരിക്കണം. മോനൊരു വലിയ പോലീസ് ഓഫീസർ ആകണമെന്ന് ആഗ്രഹിച്ചൊരു അച്ഛൻ, ആ അച്ഛന്റെ മകൻ ഒരു കൊലയാളിയായിട്ട് ജയിലിൽ പോവാനോ? ഇതൊക്കെ കാണാനും കേൾക്കാനും നമ്മുടെ അമ്മ ജീവിച്ചിരിക്കും തോന്നുന്നുണ്ടോ? സർവ്വ സ്വപ്നങ്ങളും തകർന്ന് എന്നും ജയിൽ ശിക്ഷ കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ശപിക്കപ്പെട്ട ജന്മമാക്കി തീർക്കണോ ദേവികയുടേത്? നിന്നെ കുരുതി കൊടുത്ത് എല്ലാം ഒളിച്ചു വെച്ച് കാക്കിക്കുപ്പായിട്ട് എനിക്കൊരു സുഖജീവിതം വേണ്ട. വേണ്ട. കൊന്നത് നിങ്ങളാണെന്ന് വെളിപ്പെടുത്തുമെങ്കിൽ ബാക്കിയെല്ലാം ചെയ്ത് ഞാന്. നമുക്ക് ഒരുമിച്ച് ജയിലിൽ പോവാം. എന്നിട്ട് വേണം ആരോരുമില്ലാത്ത നമ്മുടെ കുടുംബത്തിൽ കയറി ആ സണ്ണി നേരങ്ങാൻ നായാട്ട് നടത്താൻ. പുലിമുറ്റത്ത് അലക്സി തോമസിനെ കൊന്നത് ഞാനാ. ഉത്തമ. ആ അതെ, ഉത്തമൻ കൊന്നു. ഞാനാ കൊന്നത്. കൊന്ന എന്തിനാണെന്ന് പറയടാ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയില്ലേ? കൊന്നത് എന്തിനാന്ന് പറയടാ. പറയടാ. പറയാനാ പറഞ്ഞത്. കുറ്റം സമ്മതിച്ചല്ലോ, പിന്നെ എന്തിനാ ക്രൂരത? ഈസ് ഇറ്റ് ഒഫീഷ്യൽ ഓർ പേഴ്സണൽ? താനിവിടുത്തെ എസ് ഐ. ഈ വികാര പ്രകടനം ഒഫീഷ്യലോ അതോ പേഴ്സണലോ? ഐ എം സോറി സർ. മാറി നിൽക്കണോ? കൊല്ലുമിന്നെ. എന്തിനാ കൊന്നത്? പറയടാ. പറയാൻ പറയില്ലേ? പറയടാ. രാവിലെ കയറി വന്ന് കുറ്റസമ്മതം ഒപ്പിട്ട് കൊടുത്തു. അവൻ എന്നെ തോൽപ്പിച്ചല്ലോ ചെറിയാൻ ചേട്ടാ. വല്ലാതെ തോൽപ്പിച്ചല്ലോ. എന്റെ കുറ്റസമ്മതം ഈ യൂണിഫോം അഴിച്ചു വെച്ച് ജയിലിന്റെ നട കയറാൻ തീരുമാനിച്ചിറങ്ങിയതാ ഞാൻ. പക്ഷെ അവൻ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറഞ്ഞത് മാറ്. എനിക്ക് വേണവനെ. പോലീസിന് കീഴടങ്ങിയ പ്രതിയാ. കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ കോടതിയുണ്ട്. കോടതി മിണ്ടി പോരുത്. അവന്റെ വിധി തീരുമാനിക്കപ്പെട്ടതാ. കൊണ്ടുപോകും ഞാൻ അവനെ. നടക്കില്ല. കേറങ്ങോട്ട്. ഞാൻ കൊന്നു അവനെ. പ്രായമായ ഒരു പെൺകുട്ടികൾക്കും ജീവിക്കാൻ വയ്യായിരുന്നു പുല്ലൂരാങ്കുന്നില്. അവരെയൊക്കെ കൊന്നു വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ ആത്മഹത്യകളാക്കി മാറ്റി. അതിന്റെ പേരിൽ ആരൊക്കെ വടക്കമല കയറിയെന്ന് നിനക്കറിയോ? ആരൊക്കെ മണ്ണ് വിട്ടു പോയിട്ടെന്ന് അറിയോ? അലക്സിയെ കൊന്നത് ഈ ഞാനാ. നിനക്കെന്നെ വേണോ? ദാ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. 1000 താഴ്ത്ത് പൂട്ടിയാലും ഈ നാട് മുഴുവൻ ഇവന് കാവല് നിന്നാലും പുല്ലൂരാങ്കുന്നിൽ ഇവന്റെ ചോര വീണിരിക്കും. വീഴ്ത്തിയിരിക്കും ഈ സണ്ണി തോമസ്. അവനെ വിടാനാ പറഞ്ഞു. നോക്കിക്കോ, എന്റെ അലക്സിമോന്റെ ശവം വീർത്ത് പൊങ്ങി അതേ കടവിൽ ഇവന്റെ ശവം 100 കഷ്ണമായി പുഴുത്ത് വീർത്ത് പൊങ്ങും.
എന്റെ കൃഷ്ണ, എന്റെ കുഞ്ഞ്. അമ്മേ, ദാ കുടിക്കേ. ഈശ്വര, എന്റെ കുട്ടി എന്തിനാ അവനിങ്ങനെ ചെയ്തത്? അവൻ ചെയ്യില്ല. അതിനൊന്നും കൈ ഉറയ്ക്കുന്നവനല്ലല്ലോ. എനിക്കെന്റെ കുട്ടിയെ ഒന്ന് കാണണം. അതെ, ബന്ധവും സ്നേഹമൊക്കെ ശരി തന്നെ. കൊലക്കേസിലെ പെട്ടിരിക്കുന്നത് എന്ന് കരുതി വലിച്ചെറിയാൻ പറ്റുമോ? പെറ്റുപോറ്റിയതല്ലെങ്കിലും കുറഞ്ഞ കാലം കൊണ്ട് ജയനും അവനും രണ്ടും രണ്ടായി കാണാൻ പറ്റണ്ടായിട്ടുണ്ട് എനിക്ക്. CC 320/2000 കേസിലെ പ്രതി ഉത്തമന് താഴെ പറയുന്ന വ്യവസ്ഥകളിന്മേൽ ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കേസിന്റെ കാര്യത്തിനാണെങ്കിൽ നാളെ കോടതി വന്നാ മതി. ഞാനിന്ന് അല്പം തിരക്കിലാ. വേണ്ടപ്പെട്ട ചിലരുടെ കൂടെ വന്നിട്ടുണ്ടേ. ചെറിയ സാറിന് ഓർമ്മയുണ്ടോ? പണ്ട് നമ്മുടെ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു എയ്ഡ് വേലായൻ സാറിന്. അത് തന്നെ. ഈ സബ് ജയിലിൽ ചെന്ന നട്ടകിട്ടി പതുവ ആർക്കായാലും 2 എണ്ണം കിട്ടും. ഇപ്പൊ അവിടെ ഇടിക്കാൻ നിൽക്കുന്ന ആരാ? ഈ മീശ വേലായുധനാ. എന്നെ കണ്ട വഴിക്കൊരു ഒറ്റ വിളിയാ, ഉത്തമ നീ എന്നടാ ജയിലിൽ കയറിയെന്ന്. ഞാൻ പറഞ്ഞ എന്റെ പൊന്ന് സാറേ, നാട് ഭരിച്ച പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, MLA-മാര്, കോടീശ്വരന്മാര് വരെ കോടതിയും ജയിലായിട്ട് കയറി ഇറങ്ങണ ഈ കാലത്ത് ഞാൻ ഇതിന്റെ അകമൊക്കൊന്ന് കണ്ടോട്ടെ, കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്ന് ഞാൻ. കൊള്ളാം, നല്ല മറുപടി. എന്താ സ്വാമി, വീട്ടിൽ വന്നിട്ട് കുടിക്കാൻ ചായയും കാപ്പിയൊന്നും ഇല്ലേ? ആകെയുള്ള വേലക്കാരൻ ലോട്ടറി പോലെയാ. വന്നാ കാണാം. വല്ല ചായയോ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വാമി. ഓ, എങ്കിൽ ബാക്കി കാര്യം ഞാൻ ഇവിടെ കാപ്പി, ഇവിടെ ചായ. സ്വാമിക്ക് പിന്നെ വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ജം ജം നല്ല കാച്ചി കാച്ചണ്ടേ. കണ്ണ, മോനെ, എന്തോരം കണ്ണീര് കുടിച്ചു അമ്മ. സാരല്ല, കണ്ടല്ലോ നിന്നെ. ജയിലിൽ നിന്ന് ഇറങ്ങിക്കാണാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. എനിക്കറിയാം, എവിടെ എനിക്ക് ഒരു ദോഷവും വരില്ല, ഒരാപത്തും വരില്ല. അമ്മയുടെ പ്രാർത്ഥന കാവലുണ്ടാവും. എത്ര ദിവസമായി എന്റെ കൈകൊണ്ട് ഒരുപിടി ചോറുണ്ടിട്ട് എന്റെ കുട്ടി. വേണം, അത് ആശിച്ച് തന്നെയാ വന്നത്. അമ്മേ, ഇനി ഇവൻ എങ്ങും പോണില്ല. കേസ് വിളിക്കണവരെ ഇവിടെ തന്നെ കാണും. ഞാനും കുറച്ചു ദിവസം ലീവ് എടുക്കാൻ പോവാ. നീ പുറത്തേക്കൊന്നും പോണ്ട. അവൻ എവിടെ പോവാനാ? നോക്കിയാ കാണുന്നിടത്തും വിളിച്ചാ കേൾക്കുന്നിടത്തും ഉണ്ടാവണം എന്റെ കുട്ടി. കൈയും മുഖം കഴിയിട്ട് വാ, ചോറിന. ആ ദേവി, ഒരു മുറി ഒരുക്കിക്കോളൂ ഇവന്. അച്ഛൻ വിളിച്ചിരുന്നു. ജയേട്ടൻ അയാളെ സബ് ജയിലിൽ നിറക്കാനും ജാമ്യത്തിലെടുക്കാനും ഒക്കെ നടക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു അച്ഛൻ. സ്വന്തം കാര്യം, അതിലപ്പുറത്തേക്ക് ഒരു കാര്യവും മൂപ്പർക്കില്ല. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ? ഒരു കൊല ചെയ്ത് ജയിലും കോടതിയും കുഴപ്പങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ നമുക്കതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, ഈയിടെയായിട്ട് ജയേട്ടനെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. നമ്മുടെ കല്യാണ ദിവസം അന്ന് തുടങ്ങിയതായി നാശം പിടിച്ച പ്രശ്നങ്ങള്. മൂടി കെട്ടിയ മുഖമായിട്ടല്ലാതെ ജയേട്ടനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കുറെ ലീവ് എടുത്ത് അവിടെ പോകും ഇവിടെ പോകുന്നൊക്കെ പറഞ്ഞിരുന്നതാ. ഒരുപാട് ഒരുപാട് ആശിച്ചിരുന്നതാ. യാത്രകളും ആഘോഷങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, നേരെ ചുവന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ നേരം കിട്ടിയിട്ടുണ്ട് ജയേട്ടന്. എല്ലാം കഴിഞ്ഞപ്പോ ദേ ത്യാഗം സഹിച്ച് ജയിലിൽ നിറക്കി കെട്ടിയെടുത്ത് വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. സൽക്കരിക്കാനും കിടക്ക് വിരിക്കാനും ഇനി എനിക്ക് വയ്യ. അനുഭവിച്ചിടത്തോളം മതിയായി. ദേവി, ഇത്രയ്ക്ക് മനസാക്ഷി കെട്ടവളായി പോന്നു നീ. നമ്മളെയൊക്കെ അമ്മയും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി അമ്മയൊക്കെ ആയിട്ട് കാണുന്ന അവന്റെ മനസ്സ് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായിടത്തോളം മതി. നശിച്ചൊരു കൂട്ടുകെട്ട്.
ഈ നശിച്ച നാട്ടിൽ വരരുതായിരുന്നു. ആ ക്രിമിനലിനൊന്നും കാണരുതായിരുന്നു. പരിചയപ്പെടേണ്ടായിരുന്നു. നിർത്തടി. ക്രിമിനലോ? ആരടി ക്രിമിനൽ? കൊന്നവൻ കൊലയാളിയാ. ക്രിമിനൽ തന്നെ അതിന് പറയാ. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഒന്നും അറിയാതെ പാവം നീ തെറ്റുകാരിയാവും. അറിയോ നിനക്ക് നീ ക്രിമിനലാന്ന് പറഞ്ഞത് ആരെയാന്ന്? എന്റെയും നിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയൊക്കെ ജീവിതം ഇന്ന് നിലനിൽക്കുന്നത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈശ്വര തുല്യമായൊരു മനസ്സ് അവനുള്ളതുകൊണ്ടാ. നിന്റെ കഴുത്തി കിടക്കുന്ന താലി അവന്റെ ത്യാഗമാ. സ്വന്തം ജീവിതം പണയം വെച്ചുകൊണ്ടുള്ള സ്നേഹം. കൊന്നവൻ കൊലയാളിയാണെങ്കിൽ, ക്രിമിനലാണെങ്കിൽ, ആ ക്രിമിനൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാനാ. അമ്മേ, ഞാനാ അമ്മേ. എന്റെ കണ്ണൻ ഈ വീട്ടിലുള്ളവരെക്കാൾ അവനെ കൊല്ലാൻ കത്തിയും വാളുമായിട്ട് നടക്കുന്നവരാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടാവും എന്റെ കുട്ടിക്ക്. വിളമ്പി വെച്ച എന്റെ മുമ്പിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. എന്റെ ഉത്തമേട്ടൻ ഒരാളെ കൊല്ലുക, വടക്കമല കയറുക. എന്റെ ഈശ്വര, ഒക്കെ ഒരു ദുസ്വപ്നായിരിക്കുമല്ലോ ഉത്തമേട്ട. ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ ഒക്കെ വെറുതെ ആയിരുന്നു എന്ന് അറിയണ ഒരു ദുസ്വപ്നം. ശരിയാ, ഒരു ദുസ്വപ്നം ഇതൊക്കെ. പക്ഷേ ഒന്നെന്റെ ഗൗരി ഉറപ്പിക്കണം, ഇനി കുറച്ചു കാലം ഈ ദുസ്വപ്നത്തിന്റെ തുടർച്ചയുണ്ടാവും നമ്മുടെ ജീവിതത്തില്. ഒന്നും സംഭവിക്കില്ല. ജീവൻ തന്നിട്ടായാലും എന്നെ രക്ഷിക്കാൻ ആ മനുഷ്യനുണ്ട്, ജയേട്ടൻ. പിന്നെ സർവ്വദൈവങ്ങളോട് ഉരുകി ഉരുകി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സില്ല എന്റെ ഗൗരിക്ക്. അതെന്നെ കാത്തോളും. വിടില്ലടാ നിന്നെ ഞാൻ. സണ്ണിച്ചായന്റെ മുമ്പിൽ നിന്നെ ഞാൻ എത്തിക്കും, ജീവനോടെ അല്ലെങ്കിൽ കൊന്നിട്ട്. ഒരിക്കൽ കൊന്നവന് പിന്നെ എത്ര കൊന്നാലും ഒരുപോലെ.
വേണ്ട, എനിക്ക് ജീവിക്കണം. ജീവിക്കണം.